പറഞ്ഞുകൊണ്ട് മിസ് ഒരു 3 മാർക്കിന്റെ ടോപ്പിക് പഠിപ്പിച്ചു തരട്ടെ. റിഡോക്സ് റിയാക്ഷൻ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ. സോ വേഗം തന്നെ നമുക്ക് അതൊന്ന് പഠിക്കാം. ഇവിടെ MnO2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ മക്കളെ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഹിന്റ് തന്നാലും ഹിന്റ് തന്നില്ലെങ്കിലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി മാംഗനീസിനെ നമുക്ക് അറിയില്ല. അതിനു മുമ്പ് മിസ് ഒരു കാര്യം പറയട്ടെ. എടാ, ഒരു കോമ്പൗണ്ട് എടുത്തു. ഇപ്പോ AB എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്തു എന്ന് വിചാരിക്കുക. എയുടെ ഓക്സിഡേഷൻ നമ്പർ X, ബിയുടേത് Y. X+Y ചെയ്താൽ നമുക്ക് 0 കിട്ടണം. അതായത് ഒരു കോമ്പൗണ്ടിലെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഇവിടെ മാംഗനീസും ഓക്സിജനും ഇവരെ രണ്ടുപേരുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയില്ല അല്ലെ, അപ്പൊ നമുക്ക് അതിനെ X എന്ന് വിളിക്കാം. അറിയാത്ത ആളെ X എന്ന് വിളിച്ചു. ഇനി ഓക്സിജൻ, ഒരു ഓക്സിജൻ ആറ്റത്തിന്റേത് -2 ആണ് എന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ 2 ഓക്സിജൻ ആറ്റവും കൂടെ ആകെ ഓക്സിഡേഷൻ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? -2 × 2 ചെയ്യണം അല്ലെ. ഇത് മൊത്തം കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അപ്പോൾ X-4 = 0. ഇനി Xന്റെ വാല്യൂ എത്രയാ വരിക? Xന്റെ വാല്യൂ എത്ര വരും? ഈ -4നെ നമുക്ക് 0ന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. 0ന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് +4 ആയിട്ട് മാറും. കണ്ടോ? MnO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. മറ്റൊരു കോമ്പൗണ്ട് നോക്കാം, Mn2O7. ഇവിടെ മാംഗനീസിനെ കണ്ടെത്തണം. എഗെയിൻ ഓക്സിജന്റെ ഇത് -2 തന്നെയാണ് കേട്ടോ. ഇവിടെ എന്താ പ്രത്യേകത? 2 മാംഗനീസ് ആറ്റം ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഒരു മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് X എന്ന് വിളിച്ചാൽ 2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പറിനെ നമുക്ക് 2X എന്ന് എടുക്കാം. സോ 2X plus -2 × 7 = 0. അപ്പോൾ 2X - 14 = 0. 2X എത്രയാ വരിക? +14 എന്ന് വരും. Xന്റെ വാല്യൂ +14 / 2 +7 എന്ന് വരും. ഈസി. സോ MnOയിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാവരും കമന്റ് ചെയ്യാം.